നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ കൃഷിയിടത്തിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു. വഴിതർക്കത്തെ തുടർന്ന് പിതൃ സഹോദരനെ ആക്രമിച്ച ക്രിമിനൽ കേസ് പ്രതി അറസ്റ്റിൽ. കൊടുങ്ങല്ലൂരിൽ ഹാഷിഷ് ഓയിലും കള്ളനോട്ടുകളുമായി യുവാവ് പിടിയിൽ. വേലൂപ്പാടം നടാമ്പാടത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. തൃശൂർ ഡിസ്ട്രിക്ട് ആദ്യപാഠ്യ ചാമ്പ്യൻഷിപ്പ് കുറ്റിക്കാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തി. വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ പട്ടികജാതി വിഭാഗത്തിലെ 50,000 യുവാക്കൾക്ക് തൊഴിൽ കണ്ടെത്തി നൽകും മന്ത്രി OR കേളു. വിശദമായ വാർത്തയിലേക്ക്. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ കൃഷിയിടത്തിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിനും ഷോക്കേറ്റു. കുണ്ടന്നൂർ തെക്കേക്കര മാളിയങ്കൽ വീട്ടിൽ ബെന്നിയുടെ ഭാര്യ 48 വയസ്സുള്ള ജൂലിയാണ് മരിച്ചത്. ബെന്നിക്ക് ഷോക്കേറ്റെങ്കിലും അപകടനില തരണം ചെയ്തു. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് അപകടം നടന്നത്. വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ തേങ്ങ എടുക്കുവാനായി പോയതായിരുന്നു ഇരുവരും. പറമ്പിലെ മോട്ടോർ പുരയിലേക്ക് പോയിരുന്ന വൈദ്യുതി ലൈൻ പൊട്ടിവീണ് കിടന്നിരുന്നു. ഇതിൽ നിന്നാണ് ജൂലിക്ക് ഷോക്കേറ്റത്. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് ബെന്നിക്കും ഷോക്കേറ്റുവെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. പരിക്കേറ്റ ജൂലിയെ ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. വഴിതർക്കത്തെ തുടർന്ന് പിതൃ സഹോദരനെ ആക്രമിച്ച ക്രിമിനൽ കേസ് പ്രതി അറസ്റ്റിൽ. വഴിതർക്കത്തെ തുടർന്ന് പിതൃ സഹോദരനെ ആക്രമിച്ച ക്രിമിനൽ കേസ് പ്രതി അറസ്റ്റിൽ. വലപ്പാട് കടിമ്പ്രം സ്വദേശി മുളങ്ങിൽ വീട്ടിൽ നിഷിലിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. കടിമ്പ്രം മുളങ്ങിൽ വീട്ടിൽ രാജേന്ദ്രനാണ് പരിക്കേറ്റത്. ഇയാളുടെ സഹോദരന്റെ മകനാണ് പ്രതി. 2 വീട്ടുകാരും തമ്മിൽ വഴിതർക്കം നിലനിന്നിരുന്നു. വധശ്രമം ഉൾപ്പെടെ 11 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് നിഷിൽ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂരിൽ ഹാഷിഷ് ഓയിലും കള്ളനോട്ടുകളുമായി യുവാവ് പിടിയിൽ. കൊടുങ്ങല്ലൂരിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. കുന്നംകുളം സ്റ്റേഷൻ റൌഡിയായ കേച്ചേരി സ്വദേശി പറപ്പൂപ്പറമ്പിൽ വീട്ടിൽ ദയാലിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിലുള്ള ബ്ലൂ ലൈൻ അപ്പാർട്ട്മെന്റിൽ ഒരു മുറിയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതായിരുന്നു മാരക മയക്കുമരുന്നായ ഹാഷിഷ് ഓയിൽ. 500 രൂപയുടെയും 200 രൂപയുടെയും വ്യാജ ഇന്ത്യൻ നോട്ടുകളും ഇയാളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. വേലുപ്പാടം നടാമ്പാടത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. പാലപ്പറമ്പൻ ആസിയയുടെ പറമ്പിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചത്. കഴിഞ്ഞ മാസവും ഇതേ പറമ്പിൽ ഇറങ്ങിയിരുന്നു. പ്രദേശത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ശല്യം നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നു. തൃശൂർ ഡിസ്ട്രിക്ട് ആട്യപാട്യ ചാമ്പ്യൻഷിപ്പ് കുറ്റിക്കാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തി. സബ് ജൂനിയർ ബോയ്സ്, ഗേൾസ്, സീനിയർ ബോയ്സ്, ഗേൾസ് വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ എഡ്വിൻ ചക്കാലമറ്റത്ത് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ PK ആന്റോ അധ്യക്ഷനായി. പ്രധാന അധ്യാപകൻ MT ജെയ്സൺ, ബേബി പൌലോസ്, ജോഷി മാളിയേക്കൽ, ബിന്ദു ജേക്കബ്, ജോസി ജോർജ്, KV ഷിജിൻ എന്നിവർ സംസാരിച്ചു. വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ പട്ടികജാതി വിഭാഗത്തിലെ 50,000 യുവാക്കൾക്ക് തൊഴിൽ കണ്ടെത്തി നൽകും മന്ത്രി OR കേളു. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതി വഴി 50,000-ലധികം പട്ടികജാതി പട്ടികവർഗ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിനാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു പറഞ്ഞു. പുതുക്കാട് രണ്ടാംകല്ല് ഉന്നതിയിൽ നടപ്പാക്കിയ 1 കോടി രൂപയുടെ അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
രണ്ടാംകല്ല് ഉന്നതിയിൽ നടപ്പിലാക്കിയ അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി 9 വീടുകളുടെ നവീകരണം, 3 റോഡുകളുടെ നിർമ്മാണം, ഡിജിറ്റൽ ലൈബ്രറി, ഡ്രെയിനേജ് സംവിധാനം എന്നിവയാണ് 1 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കിയത്. കെല്ലാണ് നിർവഹണ ചുമതല നിർവഹിച്ചത്. ഉന്നതികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാണ് അംബേദ്കർ ഗ്രാമ പദ്ധതി നടപ്പാക്കുന്നതെന്നും പട്ടികജാതി വിഭാഗങ്ങളടക്കം എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തെ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ ബൃഹത്തായ പദ്ധതികളാണ് സർക്കാർ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷനായ ചടങ്ങിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, ഗ്രാമപഞ്ചായത്ത് അംഗം ഹിമാദാസൻ, ജില്ലാ പട്ടികജാതി ഉപദേശക സമിതി അംഗം PK ശിവരാമൻ, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ K സന്ധ്യ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PC സുബ്രൻ, VR രബീഷ്, ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ TR ഷാബു എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 20 രൂപ കൂടി ഗ്രാമിന് 9,470 രൂപ, പവന് 75,760 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ കൃഷിയിടത്തിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു. വഴിതർക്കത്തെ തുടർന്ന് പിതൃ സഹോദരനെ ആക്രമിച്ച ക്രിമിനൽ കേസ് പ്രതി അറസ്റ്റിൽ. കൊടുങ്ങല്ലൂരിൽ ഹാഷിഷ് ഓയിലും കള്ളനോട്ടുകളുമായി യുവാവ് പിടിയിൽ. വേലൂപ്പാടം നടാമ്പാടത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. തൃശൂർ ഡിസ്ട്രിക്ട് ആദ്യപാഠ്യ ചാമ്പ്യൻഷിപ്പ് കുറ്റിക്കാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തി. വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ പട്ടികജാതി വിഭാഗത്തിലെ 50,000 യുവാക്കൾക്ക് തൊഴിൽ കണ്ടെത്തി നൽകും മന്ത്രി OR കേളു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.